ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പുട്ടുപൊടിയും നേന്ത്രപ്പഴവും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പുട്ടുപൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നീട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുള്ളത്. ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. അടുത്തതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുട്ടുപൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ചെറിയ മധുരം മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല, പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും വേണ്ടെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അന്നേരം മധുരം കാണത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടുള്ളത്. എനിക്കിവിടെ 2.5 കപ്പ് അടുപ്പിച്ച് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു ഫ്രൈയിങ് പാനിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അത് ഞാനൊന്ന് ഒടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് അതുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ആ ഒരു നേന്ത്രപ്പഴം ഞാൻ ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴം ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിക്കൊന്ന് കളറുമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു പലഹാരം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു വാഴയില ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാഴയിലയുടെ പുറത്ത് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലിച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ആ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പുട്ടുപൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഇത് ഇത്തിരി തിക്കായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. പുട്ടുപൊടി ആയതുകൊണ്ട് ചിലപ്പോൾ തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ പകുതിയോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അരികത്തോട്ട് ഒരുപാട് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വാഴയില വെച്ചിട്ട് ആദ്യം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ആവി വെള്ളം ഒന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും കേട്ടോ വാഴയില ആയതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ടിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിനകത്തൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഇതൊന്ന് എടുത്ത് പുറത്ത് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ദാ ഈ ഒരു സ്നാക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വിടുവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു പലഹാരമാണ് നേന്ത്രപ്പഴവും പുട്ടുപൊടിയും വെച്ചിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അവർ വൈകിട്ട് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ് കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് ഹെൽത്തി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട്. എല്ലാവരും കയറി കണ്ടും കൂടി നോക്കണേ. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.